الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العظيم. قال نبينا محمد صلى الله عليه وسلم: يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. رواه مسلم. قال رسول الله. ബഹുമാനമുള്ള സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നയുടെ വിശ്വാസികളെ, രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ നാളെ ആഖിറത്തിൽ ഉപകരിക്കും വിധം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സമസ്തയെക്കുറിച്ചും നമ്മുടെ ആദർശത്തെക്കുറിച്ചുമല്ല, ബഹുമാനപ്പെട്ട ഓണംപള്ളി ഫൈലി നമ്മോട് സംസാരിച്ചു. ഇനി ഇവിടെ മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങൾ പ്രസംഗിക്കാനുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നേതാക്കന്മാരിവിടെ ഉണ്ട്. വളരെ സുദീർഘമായി പ്രസംഗിക്കുന്നതിന് പകരം ഏതാനും ചില വസ്തുതകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖ് അവൻ പൊരുത്തപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായിക്കൊണ്ട് അല്ലാഹു നമ്മെ പടച്ചു എന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയ കാലത്ത് 3 വിഭാഗത്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആ 3 വിഭാഗത്തിൽ ഏറ്റവും കൂടുതലായി ഖുർആൻ പറഞ്ഞ ഒരു വിഭാഗമാണ് മുനാഫിഖീങ്ങളായ വിഭാഗം. സൂറത്തുൽ ബഖറയിലൂടെ അതിൽപ്പെട്ട ഒരു വിഭാഗമാകുന്ന സജ്ജനങ്ങളെക്കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ് എന്ന് തുടങ്ങിയിട്ട് സജ്ജനങ്ങളാകുന്ന പ്രവാചകരെ കൊണ്ട് അംഗീകരിച്ച അഹ്ലുസുന്നയുടെ അഖീദ അടിയുറച്ച് വിശ്വസിക്കുന്ന സ്വഹാബത്തിനെ കുറിച്ചും അവരെ പിന്തുടർന്ന മഹത്തുക്കളെ കുറിച്ചും അല്ലാഹു തആല പഠിപ്പിച്ചു. അതാണ് ഒരു വിഭാഗം സ്വഹാബത്തും താബിഈങ്ങളും തുടങ്ങിയിട്ടുള്ള മഹാന്മാർ. മറ്റൊരു വിഭാഗത്തിനെ ഖുർആൻ തന്നെ വീണ്ടും പരിചയപ്പെടുത്തുന്നു. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ അങ്ങ് എത്ര പ്രസംഗിച്ചു കൊടുത്താലും എത്ര ഭയപ്പെടുത്തിയാലും നന്നാവാത്ത, സത്യവിശ്വാസികളാവാത്ത ഹർബിയായ വിഭാഗമാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഈ 2 വിഭാഗത്തിനെയും കുറഞ്ഞ ആയത്തിലൂടെ പരിചയപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട 12 ആയത്ത് ഉപയോഗിച്ചുകൊണ്ട്
മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് വമിനൻ നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞ ശൈലി തന്നെ വമിനൻ നാസ്, ജനങ്ങളെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ. യഖൂലു, ആ വിഭാഗം പറയും ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവർ അംഗീകരിച്ചവരോ വിശ്വസിച്ചവരോ അല്ല. ഈ വിഭാഗമാണ് കപടന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ മുനാഫിക്കീങ്ങളുടെ ലക്ഷണങ്ങൾ അല്ലാഹുവും അവന്റെ ഹബീബാകുന്ന മുത്തുളി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ച ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ആ മുനാഫിക്കീങ്ങളുടെ നേരെ ഫോട്ടോസ്റ്റാറ്റായി അവരുടെ അതേ ടൈപ്പായി ഇന്ന് കേരളത്തിലുള്ള വിഭാഗമാണ് ഇബ്നു അബ്ദുൽ വഹാബിനാൽ ഉടലെടുത്ത വിഭാഗമാകുന്ന വഹാബികൾ എന്ന് നമുക്ക് സുതരാം വ്യക്തമാക്കും. ഇവിടെ ഓണംപള്ളി ഫൈസി പറഞ്ഞില്ലേ, 12ാം നൂറ്റാണ്ടിൽ രംഗത്ത് വന്ന ഇബ്നു അബ്ദുൽ വഹാബ്, അന്ന് വരെ മുഅ്മിനീങ്ങൾ നിരാക്ഷേപം അംഗീകരിച്ചു പോന്ന ഒരുപാട് ആചാരങ്ങളെ യാതൊരു ഭയവും കൂടാതെ ശിർക്കായി മുദ്രയടിച്ച വ്യക്തിയാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അബ്ദുൽ വഹാബ് എന്ന ഒരു സുന്നിയായ മനുഷ്യന് ജനിച്ച ഒരു കുരുത്തം കെട്ട മകൻ, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന പിതാവ് മകനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മോനെ, നിന്റെ പോക്ക് ശരിയല്ല. ഇന്ന് വരെയുള്ള കോടാനക്കോടി മുഅ്മിനീങ്ങളെ ശിർക്ക് ചെയ്തിരുന്ന് പറഞ്ഞുകൊണ്ട് നീ പുതിയ ശിർക്കും തൗഹീദും ഉണ്ടാക്കിയാൽ അത് അപകടമാണ്. പിതാവിന്റെ വാക്കിനെ ഈ മകൻ അംഗീകരിച്ചില്ല. തനിക്ക് ദർസിൽ കിതാബ് ഓതി കൊടുത്ത അഹ്ലുസുന്നയുടെ ഇമാമായ ഇമാം സുലൈമാനുൽ ഖുർദി റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട ഉസ്താദാണ്. ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട മോനെ, നീ ഈ പോക്ക് അപകടത്തിലേക്കാണ്. മുഅ്മിനീങ്ങളെ നിന്ന് ശിർക്ക് ആരോപിക്കാൻ പാടില്ല. സുലൈമാനുൽ ഖുർദി എന്ന മഹാനായ ഉസ്താദിനെയും ഇബ്നു അബ്ദുൽ വഹാബ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് യാതൊരു ഭയവും കൂടാതെ അന്ന് വരെയുള്ള മുഅ്മിനീങ്ങളുടെ ആ നിരാക്ഷേപമായ പോന്ന അഹ്ലുസുന്നയുടെ അഖീദയെ ശിർക്കായി മുദ്രയടിച്ചു. അതിന്റെ 400 കൊല്ലം മുമ്പ് 8ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യ തുടങ്ങി വെച്ചത് അന്ന് സ്വീകരിക്കാൻ ആളില്ലാതെ അത് മണ്ണിട്ട് മൂടേണ്ടി വന്നു. അത് 12ാം നൂറ്റാണ്ടില് ഇബ്നു അബ്ദുൽ വഹാബ് അത് മാന്തിയെടുത്തു. ആദ്യമായി ഫിത്റക്ക് തുടക്കം കുറിച്ചത് 8ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യയാണ്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മുനാഫിക്കീങ്ങളുടെ സ്വഭാവം അല്ലാഹു പഠിപ്പിച്ചത് എന്താ? വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്, മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത് എന്ന് മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ ഖാലൂ, മുനാഫിക്കീങ്ങളുടെ മറുപടി, ഇന്നാ നഹ്നു മുസ്ലിഹീൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ്, ഞങ്ങൾ ഇസ്ലാഹ് നടത്തുന്നവരാണ്. ഇസ്ലാഹിന്റെ ആളുകളാണ് ഞങ്ങൾ പറയും, ഫിത്ന ഉണ്ടാക്കിക്കോട്ടെ. ആ മുനാഫിക്കീങ്ങളെ കുറിച്ച് പിന്നീടുള്ള ആയത്ത് എന്താ? വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അന്നാസാകുന്ന സ്വഹാബികൾ അംഗീകരിച്ചതുപോലെ ആ അഖീദയിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ ഖാലൂ, മുനാഫിക്കീങ്ങളുടെ മറുപടി, അനുഉമിനു കമാ ആമനസ്സുഫഹാ, വിഡ്ഢികൾ അംഗീകരിച്ചതുപോലെ ഞങ്ങൾ അംഗീകരിക്കുകയോ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഞങ്ങളെ കിട്ടൂല. അപ്പൊ സ്വഹാബത്തുൽ കിറാമിന്റെ അഖീദയെ, സ്വഹാബത്തുൽ കിറാമിൻ അംഗീകരിച്ച അംഗീകാരത്തിന് സഫീഹിങ്ങളുടെ പൊട്ടന്മാരെ അഖീദയായി
അന്നേ മുനാഫിക്കീങ്ങൾ പറഞ്ഞതാണ്. ആ സ്വഹാബത്തിന്റെ അംഗീകാരത്തിലേക്ക്, ആ സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ, അള്ളാഹുവിന്റെ ഹബീബ് ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉളുവിന്റെ ബറക്കത്തിന്റെ വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് കാദൂ യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബിന്റെ ഉളുവിന്റെ ബറക്കത്തിന്റെ വെള്ളം കിട്ടാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. ഒന്ന്, അപ്പൊ അള്ളാന്റെ ഹബീബിന്റെ ഉളുവിന്റെ ബറക്കത്തിന്റെ വെള്ളം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ട് അതിന് വ്യാഖ്യാനം എഴുതിയ 1,00,000 ഹദീസ് മനപ്പാഠമാക്കിയ അൽ ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിന്റെ തഹത്തിൽ എഴുതി കൊടുക്കുന്നത് കാണാം, ഫീഹി തബറുകു ബിആഥാരിസ് സാലിഹീൻ. അള്ളാന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ബറക്കത്ത് പറഞ്ഞുകൊണ്ട് നബിത്തങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ബറക്കത്തുണ്ടെന്ന് പഠിപ്പിക്കുന്നതിന് പകരം മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നത് ഫീഹി തബറുകു ബിആഥാരിസ് സാലിഹീൻ. മഹാന്മാരുമായി ബന്ധപ്പെട്ടതിലൊക്കെ ബറക്കത്തുണ്ടെന്നതിന് ഈ ഹദീസ് തെളിവാണ്. അത് സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. ആ സ്വഹാബത്തിൽ ബറക്കത്തിൽ വിശ്വാസമുണ്ട്, മന്ദിർചൂതിയ വെള്ളത്തിൽ വിശ്വാസമുണ്ട്, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തട്ടിയ ഉളൂവിന്റെ വെള്ളത്തിൽ ബറക്കത്തുണ്ടെന്ന വിശ്വാസമുണ്ട്. ആ ഒരു അഖീദയിലേക്ക് നിങ്ങൾ വരണമെന്ന് മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ ഖാലു അനുമിനു കമാ ആമനസ് സുഫഹാ, വിഡ്ഢികൾ അംഗീകരിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഞങ്ങളെ കിട്ടൂല. ഇത് അന്ന് മുനാഫിക്കുകൾ പറഞ്ഞ ഇന്ന് വഹാബികൾ പറയുന്നതാണ്. ഇന്ന് ബറക്കത്തിനെ അവർ നിഷേധിച്ചു. നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട ബറക്കത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹദ്ദിസീങ്ങൾ എഴുതി കൊടുത്തത് നബിയുമായി ബന്ധപ്പെട്ടതിൽ ബറക്കത്തുണ്ട് എന്ന് അല്ല, പിന്നെയോ ഫീഹി തബറുകു ബിആസാരിസ് സ്വാലിഹീൻ, മഹാന്മാരുമായി ബന്ധപ്പെട്ടതിൽ ബറക്കത്തുണ്ട് എന്ന് ഈ ഹദീസ് തെളിവാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്നെ തന്റെ സ്വഹീൽ ഉദ്ധരിക്കുന്നു, മഹാനായ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, യുദ്ധത്തിൽ അവിടുത്തെ തണ്ടൻകാലിന് വെട്ടേറ്റു, രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാൻ. പച്ചയായ മുറിയുമായി സലമത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നേരെ പോയതങ്ങോട്ടാ, ഇലാ ഹദറത്തി ഹബീബില്ലാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ സമീപിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, ആ പച്ചയായ മുറിയിൽ 3 തവണ ഊതിക്കൊടുത്തു. ആ മുറിവ് കണ്ടപ്പോ സ്വഹാബത്തൊക്കെ ആദ്യം പറഞ്ഞത് ഹലക സലമത്തു, സലമത്ത് മരിക്കുകയാണ്, അത്ര വലിയ മുറിവാണ്. പക്ഷേ പിന്നെയും കുറെ കാലം ജീവിച്ചു. 3 ഊത്തൂതിയിട്ട് റസൂലുള്ള പച്ചയായ മുറിവ് ഉണക്കിക്കൊടുത്ത സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് തന്റെ സ്വഹീഹുൽ ബുഖാരിയില്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ സ്വഹാബത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അതാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരാണ് വഹാബികളും മൗദൂദികളും ഒക്കെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ പ്രവാചകരങ്ങ് കിടന്നുറങ്ങുമ്പോ ആ പ്രവാചകരുമായി മുലകുടബന്ധത്തിൽ മഹറമായ ബന്ധമുള്ളവരാണ് പ്രവാചകർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തു നിന്നും വിയർപ്പ് തുള്ളിങ്ങനെ ഉറ്റുവീഴാൻ തുടങ്ങിയപ്പോ ഉറങ്ങുന്ന പ്രവാചകന്റെ ശരീരത്തു നിന്നും പതുക്കെ ആ വിയർപ്പ് തുള്ളികൾ ശേഖരിച്ചുകൊണ്ട് കുപ്പിയിൽ ആക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പുകൾ കുപ്പിയിലാക്കുകയാണ്.
പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉണർന്നു. എന്താ നീ ചെയ്തത് ഉമ്മു സുലൈം ചോദിക്കുമ്പോ മഹദിയുടെ മറുപടി, ഈ അത്യബു തീബിൻ, ഏറ്റവും വലിയ സുഗന്ധമാണ് നബിയെ, നർജു ബറകതഹു ലിസ്ബിയാനിനാ, ഇതിന്റെ ബറക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മക്കൾക്ക് രോഗമാകുമ്പോ അതിന് മരുന്നായി ഞങ്ങൾ ഉപയോഗിക്കും. ഇത് സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. അതിനെയാണ് ഇവിടെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പേടിയും കൂടാതെ മുഅ്മിനീങ്ങളെ മൊത്തം മുശ്രിക്കാക്കുന്നത്. വഹാബികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിത്ന, ഇബ്നു അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ചെയ്ത ഏറ്റവും വലിയ ഫിത്ന പാരമ്പര്യത്തിനെ ചോദ്യം ചെയ്തു എന്നതാണ്. ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ച് മറ്റു പ്രധാനപ്പെട്ട 2 പ്രമാണങ്ങളെ മാറ്റിവെച്ച് ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിച്ചു. ചതുർപ്രമാണമാകുന്ന ആയത്തിലോ ഹദീസിലോ ഇജ്മായിലോ ഖിയാസിലോ ഇല്ലാതെ ഒരു കാര്യം ഇന്ന് വരെ അഹ്ലുസുന്ന മതാചാരമായി പഠിപ്പിച്ചിട്ടില്ല. ആ ഇജ്മാഇനെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇത് നിങ്ങൾ കേൾക്കണോ? നമ്മൾ മഹാനായ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് ഇവിടെ ഓണംപള്ളി പറഞ്ഞില്ലേ? ആ ഷെയ്ഖ് ജീലാനിയെ നമ്മൾ വിളിക്കുന്നവരാണ് യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്ക് ഈ ആദർശം പഠിപ്പിച്ചത് ആരാ? അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് നേരിട്ട് മതം പഠിക്കാൻ തൗഫീഖ് കിട്ടിയ സ്വഹാബത്തുൽ കിറാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ അൽ അദബുൽ മുഫ്രദിൽ ഒരു അധ്യായം ഇടുന്നു, കാല് കോച്ചിയാൽ എന്ത് പറയണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം. അധ്യായത്തിന്റെ പേര് അങ്ങനെ, കാല് കോച്ചി വേദനിച്ചാൽ ഒരു വ്യക്തി എന്ത് പറയണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന ഹെഡിങ് ഇട്ടുകൊണ്ട് ആ ഹദീസ് കൊടുക്കുന്നത് എന്താ? മുത്തബിഉ സുന്നയായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ തങ്ങളുടെ ഒരു സംഭവം. 2ാം ഖലീഫയുടെ പ്രിയപ്പെട്ട മകൻ, മുത്തബിഉ സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കാല് കോച്ചിയിട്ട് വല്ലാതെ വേദനിച്ചു. അപ്പൊ തന്റെ സുഹൃത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ പറയാണ്, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, നിനക്ക് ഏറ്റവും മഹബത്തുള്ള ആളെ പേര് നീ പറഞ്ഞോ, നിന്റെ കാലിന്റെ വേദന മാറും. കണ്ടോ സ്വഹാബത്തിന്റെ അഖീദ കണ്ടോ നിങ്ങൾ? കാലിങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോ നബി തങ്ങളുടെ ശിഷ്യനാകുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, ജനങ്ങളിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണോ ആ പേരങ്ങോട്ട് വിളിച്ചോട്, കാല് വേദന മാറിക്കോളും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തങ്ങൾ എന്ത് ചെയ്തു? വഹാബികൾ ഈ ഹദീസ് മൂടി വെക്കാറാണ് പതിവ്. യാ മുഹമ്മദ് യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബിനെ നീട്ടി വിളിച്ചു റസൂൽ വഫാത്തായ കൊല്ലങ്ങൾക്ക് ശേഷം. അങ്ങനെ അള്ളാന്റെ ഹബീബിന്റെ പേര് വിളിച്ചപ്പോൾ എന്റെ കാലിന്റെ വേദന സുഖപ്പെട്ടു. ഇമാം ബുഖാരി തങ്ങളുടെ അൽ അദബുൽ മുഫ്രദിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു നോക്കണം, അഹ്ലുസുന്ന ഇവിടെ ചെയ്യുന്ന വിശ്വസിക്കുന്ന സർവവിശ്വാസങ്ങളും സർവകർമ്മങ്ങളും ഇസ്ലാമികമായ ചതുർപ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിഞ്ഞതാണ്. ആയത്തുണ്ടോ എന്ന ചോദ്യം തന്നെ അബദ്ധമാണ്. എല്ലാത്തിനും ആയത്ത് വേണം എന്നതിന് വല്ല ആയത്തുമുണ്ടോ? പിന്നെ ഹദീസിന് പ്രസക്തി ഉണ്ടാവും, പിന്നെ ഇജ്മാഇനിക്ക് ഇവിടെ പ്രസക്തി ഉണ്ടാവും. മുഅ്മിനീങ്ങളുടെ ഏകോപനത്തിലേക്ക് നാം പാരായണ വിശുദ്ധ ഖുർആൻ, അത് വിശുദ്ധ ഖുർആനാണ്. നിബിത്തങ്ങൾക്ക് 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ട ഖുർആന്റെ സമാഹാരമാണ് എന്ന് നമുക്കൊരു ആയത്തോടെ മുസ്ലിം പാരമ്പര്യമാണ് നമുക്കത് തെളിവ്. മുഅ്മിനീങ്ങളുടെ പാരമ്പര്യമാണ് നമുക്കത് തെളിവ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, അതിന് തെളിവെന്താ? നാളെ ബുധനാഴ്ച. രേഖ എന്താ നമുക്കതിന്? മുസ്ലിങ്ങളുടെ ഇന്ന് വരെയുള്ള പാരമ്പര്യം അങ്ങനെ പോകുന്നത്. ഈ ഇജ്മാഇനെ മാറ്റിമറിച്ചു, അത് നിഷേധിച്ചു വഹാബികള്. അതുപോലെ തന്നെ ഖിയാസ് എന്ന പ്രമാണം പാടെ നിഷേധിച്ചു കർമ്മശാസ്ത്രത്തിന്. അപ്പൊ ഇസ്ലാമികമായ ചതുർപ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാതെ അഹ്ലുസുന്ന ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആവശ്യവും നമുക്കില്ല. അതിനിടക്ക് നമ്മുടെ അഹ്ലുസുന്നയുടെ പരിപാടിയാകുമ്പോൾ നമുക്ക് പാട്ടപ്പിരിവ് അത്യാവശ്യം.
അങ്ങനെ നമ്മൾ പഴയ കാലത്തേ പോകുന്ന ആചാരം. കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണല്ലോ നമ്മുടെ ഈ പരിപാടി. മദീനയുടെ പ്രേമം പഠിപ്പിക്കുന്ന, മദീന ഫാഷൻ എന്ന പ്രവാചക പ്രേമത്തിലേക്ക് മടങ്ങിയാലേ നമുക്ക് സലാമത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഈ SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും നിദാനം പ്രവാചക പ്രേമം മാത്രമാണ്. ആ ഒരു പരിപാടിയിലേക്കാണ്, ആ ഒരു അഖീദയിലേക്കാണ് നാം ചെന്നെത്തേണ്ടത്. പറഞ്ഞു വന്നത്, ഇവിടെ ആയത്തും ഹദീസും ഉണ്ടോ എന്ന് ചോദിച്ച് യഥാർത്ഥത്തിൽ ആധികാരിക പ്രമാണമാകുന്ന ഇജ്മാഇനെ നിഷേധിച്ചു. ഒന്ന് ഓർത്തു നോക്കണം, അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെ ഇജ്മാഇന്റെ പ്രമാണം പഠിപ്പിച്ചു. 4 പ്രമാണങ്ങളും പഠിപ്പിച്ചു. ഇമാം ഷാഫി തങ്ങളോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു, മുസ്ലിം പാരമ്പര്യം അത് ആധികാരിക രേഖയാണ് എന്നതിന്റെ പ്രമാണം എന്താണ്? അതിന് ഏത് ആയത്താണ് തെളിവ്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പാരായണം ചെയ്ത ശേഷം അവർക്ക് പറഞ്ഞു കൊടുത്തു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ഈ ആയത്താണ് ഇജ്മാഇന് മുസ്ലിം പാരമ്പര്യം ഔദ്യോഗിക രേഖയാണ് എന്നതിന്റെ തെളിവെന്ന് ആയത്തോതിയിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു. ഇവിടെയാണ് വഹാബികൾ അപകടത്തിൽപ്പെട്ടത്. മുസ്ലിം പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞു, മദ്ഹബിനെ നിഷേധിച്ചു. പിന്നെ അവർ ചെയ്ത ഏക നവോത്ഥാനം എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ ഇടയ്ക്ക് ഫിത്ന ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അത് നവോത്ഥാനമായി അവർക്ക് എണ്ണാം. മുസ്ലിം സ്ത്രീകൾ പണ്ടേ ഉണ്ടായിരുന്ന ഉളുപ്പും ലജ്ജയും അവർ നശിപ്പിച്ചു. അത് വഹാബികൾക്ക് നവോത്ഥാനം നേട്ടമായിട്ട് വേണമെങ്കിൽ എണ്ണാം. അതല്ലാതെ ആഖിറത്ക്ക് സലാമത്ത് കിട്ടുന്ന ഒരു നവോത്ഥാനം ചെയ്യാൻ 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള വഹാബി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയും ഇല്ല. ആയത്തും ഹദീസും തെളിവ് ചോദിക്കുന്ന വഹാബികളുടെ മുമ്പിൽ നമുക്ക് പറയാനുണ്ട്, നമ്മൾ എന്ത് ചോദ്യം ചെയ്താലും അതിന് ആയത്തുണ്ട്, ഹദീസുണ്ട്. പിന്നെ ഇജ്മാഉം ഖിയാസൊന്നും വേണ്ടേ? ഒരാൾ വഫാത്തായി കഴിഞ്ഞാലും വഹാബി ക്രൂരതാണ് പ്രകടമാവുകയാണ്. ഓർത്തു കാണി, വാപ്പ മരണപ്പെട്ടാല് മകൻ ആ വാപ്പാക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യും. ഇഖ്റഉ വലാ മൗതാകും സൂറത്ത് യാസീൻ. മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ അത് മയ്യത്തിന് ഉപകരിക്കുമെന്ന് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. 4 മദ്ഹബിൽ ഇമാമികളും പഠിപ്പിച്ചു. വഫാത്തായ വ്യക്തികൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ ആ സ്വതക്കയുടെ മിസ്ലു സവാബ്, പ്രതിഫലം ആ മയ്യത്തിന് കിട്ടുമെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ നിരാക്ഷേപമായി പോന്ന അഖീദയാണ്. 4 മദ്ഹബിൽ ഇമാമിങ്ങളും സർവ ആലിമീങ്ങളും അംഗീകരിച്ചതാണ്. പക്ഷേ മരണപ്പെട്ട വീട്ടില് ഖുർആൻ ഓതാൻ വഹാബികൾക്ക് ഒരിക്കലും അംഗീകാരമില്ല. ഓതുന്നവരെ മുടക്കാനേ ശ്രമിക്കൂ. സ്വാധീനമുണ്ടെങ്കിൽ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ചില സ്വഹാബത്ത് സാമ്പത്തികമായ കഴിവുള്ളവരാണെങ്കിൽ നീണ്ട 40 ദിവസം മരണപ്പെട്ട വ്യക്തിന്റെ ഉഖ്റവിയായ നേട്ടത്തിന് വേണ്ടി സ്വതക്ക ചെയ്തിരുന്നു. ചിലർ നീണ്ട 7 ദിവസം സ്വതക്ക ചെയ്തിരുന്നു. ചരിത്രപരമായ വസ്തുതയാണ്. വഫാത്തായ വ്യക്തികൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് ഇജ്മാ ഉണ്ട്. അതിനെ ബിദ്അത്തും ശിർക്കുമായിട്ട് മുദ്രടിച്ചവരാണ് വഹാബികള്. 4 മദ്ഹബിൽ ഇമാമിങ്ങളും ഏകസ്വരത്തിലല്ലേ തറാവിഹി നിസ്കാരം 20 റക്അത്താണെന്ന്. ഇന്നും മക്കയിലും മദീനയിലും 20 അല്ലേ? അതിനെ 8 ചുരുക്കിയിട്ട് ഫിത്ന ഉണ്ടാക്കിയവരാണ് വഹാബികള്. വാപ്പ മരണപ്പെട്ടാൽ വാപ്പാക്ക് വേണ്ടി മക്കള് വീട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹു ഗഫിർ ലഹു വർഹംഹു എന്ന്
ദുആ ചെയ്യുമ്പോ അത് ബിദ്അത്ത് എന്ന് പറയാവുന്ന ക്രൂരതയുള്ളവരാണ് വഹാബികൾ. ആലോചിക്കണം. സ്വഹാബത്തിന്റെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്തവരാണ്. എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറിലേക്ക് മയ്യിത്ത് ഇറക്കിയാലോ ഒരു ആയത്തിലും തെളിവില്ലാത്ത, ഒരു ഹദീസിലും പഠിപ്പിക്കാത്ത, ഒരു ഇജ്മാവുമില്ലാത്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കോടീകരിച്ച ചില പദങ്ങൾ തസ്ബീത്താക്കി ചൊല്ലും. അവിടെ ആയത്ത് വേണ്ട, ഹദീസ് വേണ്ട. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹും ജവാബ്. ആയത്തിലുണ്ടോ? സ്വഹീഹ ദഈഫായ ഹദീസിലുണ്ടോ? ഏതെങ്കിലും അഇമ്മത്ത് മുജ്തഹിദീങ്ങൾ ഈ 5 പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കോടീകരിച്ചു തന്നതാണ്. ഇങ്ങനെ 5 പദവും ഫിഖിൽ വരെ കാണൂല, തുടർച്ചയായിട്ട് ഇങ്ങനെ. അപ്പൊ അവിടെ ഒരു റസൂല ചെയ്യണമെന്നില്ല, സ്വഹാബത്ത് ചെയ്യണമെന്നില്ല. ഫസ്അലു ലഹു തസ്ബീത എന്നാണ് ഹദീസിലുള്ളത്. ഈ മയ്യിത്തിന് വേണ്ടി നിങ്ങൾ ഒരു സ്ഥിരത ചോദിക്കണം, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് നിങ്ങൾക്ക് ഇവിടെ തെളിവ് കിട്ടി. ഇവിടുന്ന എന്തിനും ആയത്ത് വേണം. നമ്മൾ നിസ്കാരശേഷം ദുആ ചെയ്യുമ്പോ നിസ്കാരശേഷം റസൂൽ അങ്ങനെ ദുആ ചെയ്തു തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന പൊട്ടന്മാരാ വഹാബിയാണ്. ഇദാ ദഅഉതു ഫഅമ്മിനു, ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം. റസൂൽ പറയാണ് ലാ യജ്തമു മലഉൻ ഫയദഉ ബഅ്ദുഹു വയുഅമ്മിനു ബഅ്ദു ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടുകയും ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവർക്ക് ആമീൻ പറയുകയും ചെയ്താൽ ഇല്ല അജാബഹുമുല്ലാഹ്, അല്ലാഹ് ഉത്തരം കൊടുക്കുമെന്ന് ഉറപ്പാണ്. അത് റസൂൽ പഠിപ്പിക്കുകയാണ്. പിന്നെ അയ്യുദ്ദുആയി അസ്മഉ, നബിയെ ഏറ്റവും പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകുന്ന പ്രാർത്ഥന ഏതാണ്? ദുബറു സ്വലവാത്തിൽ മക്തൂബാത്ത് ജൗഫുൽ ലൈൽ, നട്ടപ്പാതിര സമയത്തും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലും ഫുഖാക്കൾ പഠിപ്പിച്ച അടിസ്ഥാനത്തിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിസ്കാര ശേഷം നബി തങ്ങൾ ദുആ ചെയ്യുകയും സ്വഹാബത്ത് ആമീൻ പറയുന്ന അറിയിക്കുന്ന ഹദീസ് ഉണ്ടോ? ഇതാ ചോദ്യം. അവരാണോ ചോദിക്കുന്നത്? മയ്യിത്തിനെ ഖബറടക്കിയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, ഒരു ദഈഫായ ഹദീസ് പോലും വഹാബി കൊണ്ടുവരാൻ കഴിയൂല. അങ്ങനെ ഹദീസ് ഇല്ല. അങ്ങനെ ഈ 5 പദങ്ങൾ ഉച്ചരിക്കാൻ ഹദീസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുകയും ഒരു ആയത്തും ഹദീസും ഇല്ലാതെ ചെയ്യുന്ന നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആയത്തും ഹദീസ് മാത്രമല്ല, ഇജ്മാ, ഖിയാസ്, ഏതെങ്കിലും തെളിവുണ്ടായാൽ മതി. ഈ 4 തെളിവും ഇമാം റാസി തങ്ങൾ പഠിപ്പിച്ചതാ. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെ വഴിപ്പെടണം, അതാ വിശുദ്ധ ഖുർആൻ. വ അത്തിഉർ റസൂല, റസൂലുള്ളാഹിനെ വഴിപ്പെടണം, അതാ ഹദീസ് തിരുസുന്നത്ത്. വ ഉലിൽ അംരി മിൻകും, മുജ്തഹിദീങ്ങളാകുന്ന പണ്ഡിതന്മാർ, അവരെ ഏകോപനം നിങ്ങൾ അംഗീകരിക്കണം, അതാ ഇജ്മാ. മുസ്ലിം പാരമ്പര്യം അതാണ്. 3 പ്രമാണം പഠിപ്പിച്ചിട്ട് പിന്നെ പറയാ, ഇതാ നിങ്ങൾ ഭിന്നിപ്പിനായാൽ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഭിന്നിപ്പിനായാൽ, അള്ളാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും വ ഇൻ ഇഖ്തലഫ്തും, നിങ്ങൾ ഭിന്നിപ്പിനായാൽ. എന്താ ഭിന്നിപ്പിനാൻ കാരണം? ഖുർആനിൽ കാണുന്നില്ല ഒരു തെളിവ്, ഹദീസിൽ തെളിവ് കാണുന്നില്ല, മുജ്തഹിദിയുടെ ഏകോപനത്തിലും കാണുന്നില്ല. അങ്ങനെ ഭിന്നിച്ചാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അപ്പോൾ നിങ്ങൾ ഖുർആനിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്തുകൊണ്ട് മസ്അല പറയണം, വിധി പറയണം. അതിനാണ് ഖിയാസ് എന്ന് പറയുക എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇമാം റാസിനെ എപ്പോഴും അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇമാം റാസിന്റെ തഫ്സീറൊക്കെ വഹാബികൾ പറയും. ഇമാം റാസിന്റെ മദ്ഹബ് അതാ ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതൻ. സിഹാഉ സിത്ത, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, അബൂദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയിട്ടുള്ള ഹദീസിന്റെ സർവ്വ പണ്ഡിതന്മാർ നിങ്ങൾ പരിശോധിച്ചു, ഒക്കെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. 4 മദ്ഹബ് ഇവിടെ രൂപപ്പെട്ട ശേഷം മദ്ഹബ് സ്വീകരിക്കാത്ത ഒരു ആലിമിനെയും ഈ അടുത്ത കാലം വരെ നിങ്ങൾ കാണിക്കാൻ സാധ്യമല്ല. എല്ലാവരും പോയത് ഒരു ഇമാമിന്റെ തഹത്തില. ആ ഇമാം എന്ത് പറയുന്നു അത് അംഗീകരിക്കുക, അതേ പറ്റൂ. അതാണ് ആദരവും ബഹുമാനവും.
ആ ആദരവും ബഹുമാനവും മുഅ്മിനീങ്ങളുടെ പാരമ്പര്യവും ഒരു അടിസ്ഥാനമില്ലാതെ നശിപ്പിച്ചവരാണ് വഹാബികൾ. അവർ സ്വന്തം മദ്ഹബായിട്ട് ആയത്തുനിന്ന് മസല കണ്ടെത്തുക. എന്ത് അത്ഭുതം! കോടിക്കണക്കിന് ഉലമാക്കൾ ഹിജ്റ 300 ശേഷം കഴിഞ്ഞു പോയില്ലേ മുഅ്മിനീങ്ങളെ? ആയത്തിലുള്ള ഇൽമുള്ള പണ്ഡിതന്മാർ അവരൊന്നും സ്വന്തം ഗവേഷണത്തിന് തുനിയാതെ എന്താണ് ഇമാം ഷാഫി തങ്ങളെ പിൻപറ്റിയത്, ഇമാം മാലിക് തങ്ങളെ പിൻപറ്റിയത്? ഞങ്ങൾക്ക് ഗവേഷണത്തിന് കഴിവില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഈ മുഅ്മിനീങ്ങളുടെ പാരമ്പര്യത്തിനെ നേരെ നശിപ്പിച്ചവരാണ് ബിദ്അത്തിന്റെ ആളുകൾ, വഹാബികളും മൗദൂദികളും. അത് അല്ലാഹ് പറഞ്ഞതാ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല. മുഅ്മിനീങ്ങളുടെ പാത അല്ലാത്ത പാത ഒരാൾ പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ ചെയ്തതിന് അവനെ കൊണ്ട് തന്നെ ഞാൻ വഹിപ്പിക്കുന്നതാണ്. അത് ഞാൻ തന്നെ ചെയ്യിപ്പിക്കും. വനുസ്ലിഹി ജഹന്നമ, അവൻ ഞാൻ നരകത്തിലേക്ക് കടത്തി നമ്മെ സ്വർഗത്തിന്റെ അവകാശം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ മുസ്ലിം പാരമ്പര്യം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രവാചക വരെ, അന്ത്യപ്രവാചക വരെയുള്ള ആ പരമ്പര മൊത്തം പരിശോധിച്ചാൽ നിരാക്ഷേപം ചെയ്തു പോകുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനോടും മഹാന്മാരോടും സഹായാഭ്യർത്ഥന നടത്തുക എന്നത്. ആ ഒരു സുന്നത്തായ ആ സഹായാഭ്യർത്ഥനയെ, ആ ഇസ്തിശ്ഫായിനെ, ആ ഇസ്തിഗാസയെ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമായിട്ട് തുലനം ചെയ്തുകൊണ്ട് യാതൊരു പേടിയും കൂടാതെ ധൈര്യത്തോടുകൂടി മുഅ്മിനീങ്ങളാകും നമ്മെക്കുറിച്ച് മുശ്രിക്കെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ് വഹാബികൾ. ഇന്ന് അവർ തന്നെ കുറെ കാലം ഭിന്നിച്ചുകൊണ്ട് ശിർക്കും തൗഹീദും കളിച്ചിട്ട് ഇപ്പൊ സ്റ്റേജിൽ ഒരു ഐക്യം ഉണ്ടാക്കിയിരിക്കുക. വെറും സ്റ്റേജ് ഐക്യം. ആദർശപരമായിട്ടൊരു കാലത്തും അവർക്ക് ഐക്യപ്പെടാൻ കഴിയൂല. 10-12 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തൗഹീദും ശിർക്കും കളിച്ചിട്ട് അതിനിടയ്ക്ക് കുറെ ആൾ വഹാബികൾ മരിച്ചു പോയില്ലേ? അവർ ശിർക്കിലാണോ മരിച്ചത്, തൗഹീദിലാണോ മരിച്ചത്? രണ്ട് വിഭാഗം മറുപടി പറയണ്ടേ? ജിന്നിന് കഴിവുണ്ടെന്നും കഴിവില്ലെന്നും പറഞ്ഞുകൊണ്ട് മരിച്ചവരില്ലേ വഹാബി കൂട്ടത്തില്? ഈ കച്ചറക്കടയില് ഇപ്പൊ ഐക്യമായിട്ടെന്താ കാര്യം? അവർ തൗഹീദിലാ മരിച്ചതല്ലേ? മരിച്ച് പറഞ്ഞിരണ്ടേ നമുക്ക്? അത് പറയാതെ ഇവിടെ അഹ്ലുസുന്നൊന്നും ചെയ്തിട്ടില്ല എന്ന കല്ല് വച്ച നുണ പറഞ്ഞിട്ട് കാര്യമില്ല. നിരാക്ഷേപം മഹാന്മാർ ചെയ്തു പോകുന്ന വിഷയത്തിനെ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമായി തുലനം ചെയ്യുമ്പോ അത് ഏറ്റവും വലിയ അപകടമാണ്. എന്നാൽ മനസ്സുകൊണ്ട് അവർക്ക് തന്നെ അതിൽ അംഗീകാരമില്ല. നമ്മളെ മുശ്രിക്കാക്കുന്നു. നമ്മളെ ഏറ്റവും വലിയ മുശ്രിക്കാക്കാൻ കാരണം എന്താ? മുഹിദ്ദീൻ ഷെയ്ഖ് ബഗ്ദാദിൽ അന്ത്യശ്രമം കൊള്ളുകയാണ്. ആ മഹാന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്നിങ്ങനെ കുതുബിയത്തിലൂടെ 1000 തവണ നമ്മൾ വിളിക്കാറുണ്ട്. അത് കുറെ എപ്പോഴും വിളിക്കുന്ന ആളുകളാ പള്ളിയിലെ ഉസ്താദും മൊല്ലാക്കൊക്കെ. ആ ഉസ്താദും മൊല്ലാക്കും ഒരു ജീവിയെ അറവ് നടത്തിയ അറുത്താൽ ആ ഇറച്ചി വാങ്ങാൻ വഹാബികളെ മുന്നിൽ മുശ്രിക്കാർത്ത് തിന്നാൻ പറ്റും. അപ്പൊ മുശ്രിക്കെന്ന് നമ്മൾ പറയുകയും മഹാന്മാരെ സഹായം തേടിയാൽ അത് അവർക്കുള്ള ഇബാദത്തെന്ന കളവ് പറയുകയും ചെയ്തിട്ട് നമ്മൾ അറവ് നടത്തിയത് മാംസം തിന്നുന്നു, നമ്മളെ മക്കളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നാവിൻ തുഞ്ചത്ത് മാത്രമാണ് ശിർക്കാരോപണം. അവർക്ക് തന്നെ വിശ്വാസം ആ വിഷയത്തിലില്ല. പിന്നെന്തിനാണ് ഈ നിലക്ക് മുഅ്മിനീങ്ങളിൽ ഫിത്ന ഉണ്ടാക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. ആ അഖീദയെ ചോദ്യം ചെയ്യല് അത് മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അൽ ബഖറ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോ അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. നോക്കാണി, ഇന്നത്തെ വഹാബികൾ വരുമെന്നും ഒരുപാട് പിയച്ച വാദങ്ങൾ അവർ കൊണ്ടുവരുമെന്നും മുൻകൂട്ടി അറിഞ്ഞ ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബത്തിന് മുമ്പ് പഠിപ്പിക്കുകയാണ്, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന കാലഘട്ടത്തിൽ കള്ളം പറയുന്ന ഒരുപാട് ദജ്ജാലികൾ രംഗത്ത് വരും. എന്താവെന്ന് പറയാ? യഅ്തൂനകും മിനൽ ഹദീസി, പുതിയ പുതിയ വർത്തമാനമായി അവർ നിങ്ങളെ സമീപിക്കും. ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളെ പിതാക്കളോ കേൾക്കാത്ത വാദങ്ങളുമായി കള്ളന്മാരാകുന്ന ദജ്ജാലീങ്ങൾ നിങ്ങളെ സമീപിക്കുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് ത്വഹാ റസൂലുള്ളാഹി. അത്
അതിന് നിങ്ങൾ ഓർത്ത് നോക്കൂ. ഓണംപള്ളി ഫൈസൽ പറഞ്ഞില്ലേ, 500 കൊല്ലം മുമ്പ് മഹാനായ മഖ്ദൂം റഹിമഹുല്ലാഹ്, മുഅ്മിനീങ്ങളെ ആത്മീയ നേതാവ് മഖ്ദൂം തങ്ങള് റസൂലുള്ളാഹിനെ കുറിച്ച് രചിച്ച മങ്കൂസ് മൗലിദ് അന്നത്തെ ആഴമുള്ള പണ്ഡിതന്മാരെ മുമ്പിൽ സമ്മാനമായി കൊടുത്തപ്പോൾ ഒരു മുഅ്മിനീങ്ങളും അത് ശിർക്ക് കണ്ടില്ല. മഹാനായ സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാവും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അഞ്ഞൂറ് കൊല്ലം മുമ്പ് മഖ്ദൂം റഹിമഹുല്ലാഹ് മങ്കൂസ് മതുണ്ടാക്കിയിട്ട് അന്നത്തെ മുഅ്മിനീങ്ങൾക്ക് കൊടുത്തപ്പോൾ കിതാബ് ഓതി പഠിച്ച ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അതിൽ ഒരു ഹറഫിൽ പോലും മുഅ്മിനീങ്ങൾ തെറ്റ് കണ്ടില്ലല്ലോ. നിങ്ങൾ ഓർത്തു നോക്കുകയാണെ, അന്നത്തെ മുഅ്മിനീങ്ങൾ ശിർക്കാണെങ്കിൽ അംഗീകരിക്കും. ഈ സംഘടന അന്നില്ലല്ലോ. അന്നത്തെ മുഅ്മിനീങ്ങൾ കൊല്ലങ്ങളോളം പള്ളിദർസിൽ ഓതി പഠിച്ച് അറബി ഇബാറത്തിന്റെ യഥാർത്ഥമായ അർത്ഥവും അതിന്റെ നിയമങ്ങളൊക്കെ പഠിച്ച് ആ സ്വഹാബത്തിൽ നിന്നും പരമ്പര കിട്ടിപ്പോന്ന ഈ മുഅ്മിനീങ്ങൾ ഒരു അറഫ് പോലും മങ്കൂസ് തൗഹീദിനെതിരായി കണ്ടില്ല. എല്ലാവരും നീട്ടിച്ചൊല്ലി ഇർതകബതു അലൽ ഖത്താ വയറാ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. ആലങ്കാരികമായ പ്രയോഗം, മജാസി പ്രയോഗത്തിലൂടെ പ്രവാചകന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിക്കുന്ന രംഗം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലനാ യുളായ സയ്യിദി ഖൈറൻ നബി. എല്ലാ മുഅ്മിനീങ്ങളും നീട്ടിച്ചൊല്ലി ബർക്കത്ത് കൊടുത്തു. പിന്നെ വഹാബികൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ കേരളത്തിൽ വഹാബികൾ ഉണ്ടായിട്ട് പറയാണ് മങ്കൂസ് മൗലിദ് ഈരടി ശിർക്കാണ്. ഓർത്തു നോക്കാണ്, അന്ന് മഹാന്മാർ അംഗീകരിച്ചത്. തെളിവ് നിരത്താതെ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അർത്ഥം മാറ്റി വെച്ചാൽ ഔലിയാക്കളാകുന്ന മഹാന്മാർ അംഗീകരിക്കണോ? 4 പുസ്തകം വായിച്ച ഈ മൗലിയമാർ അംഗീകരിക്കണോ? തലച്ചോറ് പണയം വെക്കാത്തവരൊക്കെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ സ്വഹാബത്ത് ചെയ്ത അംഗീകാരം നിങ്ങൾ നോക്കണം. ഒരിക്കൽ മഹാനായ ത്വഹ റസൂലുള്ളാഹി തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് നിയമിച്ച ഒരു പള്ളിയിലെ ഇമാമ്, ആ ഇമാമിൽ നിന്നും ഒരു പരാതി കിട്ടി. ആ മഹല്ല് നിവാസികള് ഒരു പരാതിയുമായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കും. നബിയേ, അങ്ങ് ഞങ്ങൾക്ക് നിയമിച്ച ഇമാമ് അങ്ങ് പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞത്? മങ്കൂസും അത് മറച്ചു വെച്ചിട്ട് അത് റസൂൽ ഓതിക്കണോ? മഖ്ദൂബ് തങ്ങൾ ഉണ്ടാക്കിയല്ലേ, റസൂൽ ഓതില്ലെന്ന് ഉറപ്പല്ലേ? അതിലെ ആശയം പ്രവാചകർ അംഗീകരിച്ചോ? അങ്ങോട്ടല്ല നോക്കേണ്ടത്. ഇന്ന് വഹാബികൾ ചെയ്യുന്ന ഓരോന്നും റസൂൽ ചെയ്തതാ. നമ്മൾ ഖുർആനിലെ 2 ചട്ടനുള്ള 30 ജുസ് റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫനില്ല. റസൂൽ വഫാത്തായി സിദ്ദീഖ് തങ്ങളാണ് ആദ്യമായി ഖുർആൻ ചട്ടക്കുള്ളാക്കിയത്. ബിദ്അത്തല്ലേ? എല്ലാ ബിദ്അത്തും ദലാലത്താകുമോ? എല്ലാ ദലാലത്തും നരകത്തുകാവോ? മഹാനായ സിദ്ദീഖ് തങ്ങളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയത്. ഉസ്മാൻ തങ്ങൾ പിന്നീട് വിപുലീകരിച്ചു, കുറെ കോപ്പികൾ ഉണ്ടാക്കി. അപ്പൊ അത് ബിദ്അത്താണോ? ഭാഷാപരമായിട്ട് ബിദ്അത്ത്, ശർഈയായിട്ട് നിർബന്ധമായ ബിദ്അത്താണ്. ബിദ്അത്തിന്റെ 5 നിയമങ്ങളും പഠിക്കേണ്ടതിന് ആദ്യം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്തതൊക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഹാബിയും മുസ്ഹഫ് പിടിക്കാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫിനില്ല. എല്ലിലും തോലിലൊക്കെ എഴുതി വെക്കപ്പെട്ട ഒരുപാട് സ്വഹാബത്തിന്റെ കൽബിൽ ഹിഫ്ളാക്കപ്പെട്ട ഖുർആൻ അന്നുണ്ടായത്, ഗ്രന്ഥരൂപത്തിൽ അന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തത് അത് ഇവർ ചെയ്താൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക്, അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരുണ്ടോ ഇല്ലേ നോക്കണം. അതിനാൽ ഞാൻ ഈ ബുഖാരിന്റെ ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു സ്വഹാബി വലിയ ഇമാമാണ്, റസൂലുള്ളാഹി നിയമിച്ച ഇമാമാണ്. അയാൾ എന്ത് ചെയ്തു? എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ ഒരു സൂറത്ത് ഓതും. ആ
ആ സൂറത്തിന് ശേഷം പിന്നെ എല്ലാ റകഅത്തിലും ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, 2 സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു റകഅത്തിൽ. അള്ളാന്റെ ഹബീബ് അത് ചെയ്തിട്ടില്ല, മറ്റു സിദ്ദീഖ് തങ്ങൾ ഒരൊറ്റ സ്വഹാബിയും ചെയ്തിട്ടില്ല. അപ്പൊ പരാതി വരുന്ന ഉറപ്പല്ലേ? അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പരാതിയുമായിട്ട് ആ മഹല്ല് നിവാസികൾ വന്നു. ബുഖാരിയിലെ ഹദീസ് കാണാം. ആ സ്വഹാബിയാകുന്ന ശിഷ്യനാകുന്ന ഇമാമിനെ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു വരുത്തി. നിന്നെക്കുറിച്ചൊരു പരാതി എത്തിയിട്ടുണ്ട്. നീ എന്താ നിസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത് ഓതുന്നത്? അങ്ങനെ ഒരു സുന്നത്ത് ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഈ സ്വഹാബിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന നിമിത്തം കാരണം, ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ ആ സൂറത്തിനെ പ്രേമിക്കുന്നു നബിയേ. ഒരാളും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ആ സൂറത്തിനോട് സ്നേഹമാണ്. ആ സൂറത്ത് മുഴുക്കെ അള്ളാഹിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ സൂറത്ത് തൗഹീദ് എന്നാണ് ഇമാം റാസി തങ്ങൾ പേര് വെച്ചത്. അള്ളാഹിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന സൂറത്ത്. ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആ സൂറത്തിന് വല്ലാത്ത സ്നേഹമാണ്. അത് ഓതാതെ ഞാൻ നിസ്കരിക്കൂല. ഒരു സ്വഹാബിയാണ് പറയുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഇമാം ബുഖാരി തങ്ങള് തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ബുഖാരി എപ്പോഴും നിങ്ങൾ വഹാബികൾ പറയാറില്ലേ, ബുഖാരി ഇമാം മദ്ഹബ് സ്വീകരിച്ചല്ലോ, നിങ്ങൾ എന്താ മദ്ഹബ് സ്വീകരിക്കാതെ ഗുരുത്തം കെട്ട് പോയത്? ബുഖാരിയിൽ കാണാം, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആ സൂറത്ത് സ്നേഹം, ഞാൻ ഓതാതെ നിസ്കരിക്കൂല. മഹല്ല് നിവാസികളൊക്കെ ഇങ്ങനെ കാത്തുക്കാ, റസൂൽ എന്താ പറയാം, അദ്ദേഹത്തെ പിരിച്ചുവിടോ ഇല്ലേ, അല്ല അംഗീകാരം കൊടുക്കുമോ? ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ ആ സൂറത്തിനെ സ്നേഹിക്കുന്നു നബിയെ. അള്ളാന്റെ ഹബീബിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ, മഹബ്ബതുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. മോനെ, നിനക്ക് ആ സൂറത്തിനോടുള്ള പ്രേമം നിന്നെ സ്വർഗത്തിൽ കടത്തിപ്പോയി. നീ സ്വർഗത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. അദ്ദേഹം ആദ്യമായി ചുണ്ടാക്കിയ പുതിയ പരിപാടി, റസൂല പഠിപ്പിക്കാത്ത പരിപാടി. അയാളെ മനസ്സിനും തോന്നിയ പ്രേമത്തിന്റെ നിമിത്തമായി അദ്ദേഹം നിസ്കാരത്തിന്റെ അകത്ത് കാട്ടിക്കൂട്ടിയ ഒരു നല്ല ആചാരത്തിന് മുത്തുനബി അംഗീകാരം കൊടുത്തല്ലോ. അതാണ് ഇവിടെ അംഗീകരിക്കപ്പെടേണ്ടത്. ഇങ്ങനെ ഇസ്ലാമികമായ പ്രമാണങ്ങളുമായി വെച്ചു നോക്കുമ്പോ അത് എതിരില്ലേ? അത് സുന്നത്ത് തന്നെയാണ്, കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് സർവ്വ സമുദായത്തിലും നിരാക്ഷേപമായി തർക്കമില്ലാതെ പോന്നതാണ് മഹാന്മാരോട് സഹായം തേടല്. അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം അള്ളാന്റെ ഇഷ്ടദാസന്മാര് നമുക്ക് ചെയ്തു തരുമെന്ന അഖീദയോടുകൂടി, തൗഹീദിന് കോട്ടം പറ്റാത്ത അഖീദയോടുകൂടി സർവ ഉമ്മത്തും അംഗീകരിച്ചു. തവസ്സുലാക്കിയിട്ടുള്ള പ്രാർത്ഥന സർവ ഇമാമിങ്ങളും അംഗീകരിച്ചു. സർവ സമുദായത്തിലും അത് തർക്കമില്ലാതെ നടന്നു പോകുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാനോട് പ്രാർത്ഥിച്ചപ്പോ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ വിഷമം തീർക്കണേ എന്ന് പഠിപ്പിച്ച ഹദീസ് ഇമാം ഹാക്കിം തങ്ങള് തന്റെ മുസ്തദ്റക്കിൽ സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇമാം ഹാക്കിം തങ്ങൾ ഇത് സ്വഹീഹാക്കിയപ്പോ അന്നത് കള്ള ഹദീസ് എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യം വന്നില്ല. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട് ആദം നബി തവസ്സുലാക്കിയ ഹദീസ് അത് കള്ള ഹദീസാണെന്ന് വഹാബി കുട്ടികളെ പഠിപ്പിച്ചു. അതൊന്നും നോക്കാതെ
നിലപാട് അംഗീകരിച്ചുകൊണ്ട് വഹാബികള് ഇന്നും അത് ഏറ്റുപറയുന്നു. ഇമാമിങ്ങൾ സ്വഹീഹാക്കിയ ഹദീസിനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ജനിച്ചു വീണ ചില ആളുകൾ കള്ള ഹദീസാക്കിയാൽ ഈ ഹദീസ് കള്ള ഹദീസാകൂല. അതാണ് ഹദീസിലൂടെ ഇമാം മുസ്ലിം തങ്ങൾ പഠിപ്പിച്ചത്. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ ഇന്നുവരെ കേൾക്കാത്ത പുതിയ വാദങ്ങളുമായി ചില കള്ളന്മാരാകുന്ന ദജ്ജാലീങ്ങൾ വരും. എന്താ നിങ്ങളപ്പോ ചെയ്യേണ്ടത്? ഫയ്യാക്കും, നിങ്ങളെ അഖീദയെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ വിശ്വാസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഇയ്യാഹും, നിങ്ങൾ അവരിൽ പെട്ടുപോവലിനെയും സൂക്ഷിക്കണം. നിങ്ങൾ നാശത്തിലാക്കാനാണ് അവർ വരുന്നത്. മുന്നറിയിപ്പ് നൽകി നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ത്വഹാ റസൂലുള്ളാഹി. ആ പ്രവാചകരുടെ അനുയായികളാകുന്ന സ്വഹാബത്ത്, അവർ മുഖേന നമുക്ക് മതം കിട്ടുന്നത്. അവരെ കുറിച്ച് അല്ല പറഞ്ഞത് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാരിയങ്ങളും മുഹാജിരീങ്ങളുമാകുന്ന ആദ്യമേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാന്മാർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് ആ വിശ്വാസത്തോടു കൂടി അവരെ പിൻപറ്റിയവർ. ആ ഒരു അവകാശം ഇവിടെ അതിന് അർഹതയുള്ളവർ അഹ്ലുസുന്ന മാത്രമാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബത്തിന്റെ വിശ്വാസം. കാലിന് വേദന ഉണ്ടാവുമ്പോൾ മരിച്ച റസൂലാനെ യാ മുഹമ്മദ് എന്ന് വിളിച്ച് രോഗമാറ്റിയല്ല. തണ്ടങ്കാലിന് മുറിവറ്റുമ്പോൾ റസൂലാനെ സമീപിക്കുക. നബി മുറിവ് ഉണക്കണ എങ്ങനെ? മരുന്ന് വെച്ചിട്ടല്ല, 3 ഊത്തൂതിയിട്ടാണ്. ഖതാദ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കണ്ണ് യുദ്ധത്തിൽ അമ്പ് ചെയ്തിട്ട് കൃഷ്ണമണി ചാടിയപ്പോ നേരെ ചെന്നത് എങ്ങോട്ടാ? ഇലാ ഹദ്റത്തി ഹബീബില്ലാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ് ബറക്കത്തിന് തൊപ്പ് നീര് കൊടുത്തിട്ട് ആ കണ്ണങ്ങനെ സുഖമാക്കി കൊടുത്തില്ലേ? തൗഹീദ് നഷ്ടപ്പെട്ടു പോകുന്ന സഹാബത്തിന് പേടിണ്ടായില്ലല്ലോ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അർത്ഥത്തിന് എതിരാണെന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. ഇന്നത്തെ വഹാബികൾക്ക് അത് തോന്നിയത്. അപ്പൊ സ്വഹാബത്തിന് തിരിയാതെ തൗഹീദാണോ കേരളത്തിലെ വഹാബിക്ക് മനസ്സിലായത്? ഇവിടെയാണ് നാം അന്തരം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നാം മഹാന്മാർ അംഗീകരിക്കേണ്ടത്. ആ മഹാന്മാർ കാണിച്ച പാത, ആ പാതയുടെ മുന്നോട്ട് പോവലല്ലാതെ നമുക്ക് സലാമത്തിന് മറ്റൊരു മാർഗമില്ല. ആ തഅ്ളീമു മാ അല്ലാഹ് ആദരിച്ച വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കുക, ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക എന്ന അഹ്ലുസുന്നയുടെ അഖീദ ആധികാരികമായി പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ വളർച്ചയിൽ പലർക്കും അസൂയുണ്ട്, ഇത് സ്വാഭാവികമാണ്. അവർ അസൂയ വെച്ചൊരു ഭാഗത്ത് ഇരിക്കുക എന്നല്ലാതെ ഈ ആത്മീയ സംഘടനയെ നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് അഹ്ലുസുന്നയുടെ അഖീദകളാണ്. മഹാന്മാരെ അംഗീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹിക്കും അല്ലാഹുക്കും പൊരുത്തമുള്ള പരിപാടിയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ മഹാന്മാരെ വഴിയിലേക്ക് ചേർക്കണേ. അത് അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും ഒക്കെയാണ്. ആ മഹാന്മാരെ പാതയിലേക്ക് എന്നെ ചേർക്കണേ എന്ന് 5 വക്ത് ഫർള് നിസ്കാരത്തിലായി 17 തവണ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാരമ്പര്യത്തിനെ വലിച്ചെറിഞ്ഞവർ, ഈ മഹാന്മാരുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തിയവർ, ആ മതിപ്പ് നഷ്ടപ്പെടുത്തിയ വിഭാഗത്തിനെങ്ങനെ ആ പാരമ്പര്യവും നവോത്ഥാനവും ഇവിടെ അവകാശപ്പെടാം? ധൈര്യമുണ്ടാവുക? തൊലിക്കട്ടില്ലത്. മുസ്ലിം പാരമ്പര്യത്തിന്റെ നേർക്ക് കത്തിവെച്ച് അതിനെ മുറിച്ചവർ മുസ്ലിം പാരമ്പര്യത്തിന് അവകാശപ്പെടുക. ഇബ്നു തൈമിയ്യ എന്ന അന്നത്തെ വഹാബി, 8-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആ വഹാബി, 8-ാം നൂറ്റാണ്ടിൽ ചരമടഞ്ഞു പോയ അദ്ദേഹം അന്ന് തൊടുത്തുവിട്ട ഒരുപാട് ബാത്തിലായ കാര്യങ്ങൾ പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട് അതിനെ വെള്ള പൂശിയിട്ട് കാണിച്ചു കൊടുത്തു. ഇബ്നു അബ്ദുൽ വഹാബ് അന്ന് കാട്ടിയ ഫിത്ന ഇന്നും വലിയ നാശമായി തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കാലത്തിന്റെ അവസാനം അങ്ങനെ ഫിത്നക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടും, ഫസാദിന് അംഗീകാരം കിട്ടും, ഇസ്ലാമികമായ ചിഹ്നങ്ങൾ മാഞ്ഞു പോകും.
അപ്പൊ ഇവിടെ വഹാബി പ്രസ്ഥാനം വിദഅത്ത് വളരുന്നുണ്ട്, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന വഹാബികൾ, അത് അവരെ പവറാണെങ്കിൽ ഒരുപാട് ആൾക്ക് നിസ്കാരം കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്ക് നിസ്കരിക്കാൻ നടക്കുന്നുണ്ട്, കള്ളുടിച്ചടക്കുന്നുണ്ട്, അതും അവർ അംഗീകാരമായിട്ട് അവർ പറയേണ്ടി വരും. ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമികമായ രീതി അല്ലാഹുവിന്റെ നബി പഠിപ്പിച്ചെന്താ? ബദഅൽ ഇസ്ലാമു ഗരീബ, ബദഅൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാം ഇവിടെ തുടക്കം കുറിച്ചത് ആരും സഹായിക്കല്ലാതെ ഒരു വിദേശീയ സ്വഭാവത്തിലാണ്. വസയഊദു കമാ ബദഅ, എങ്ങനെയാണോ ആ ഇസ്ലാം ഇവിടെ തുടങ്ങിയത് അതുപോലെ ശേഷം അത് മടങ്ങും. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഇസ്ലാമിക ചിഹ്നങ്ങൾക്കൊക്കെ ഒരു മങ്ങലേൽക്കൽ അത് സ്വാഭാവികമാണ്, അത് അല്ലാഹുവിന്റെ നബി പഠിപ്പിച്ചതാ. അപ്പൊ ഇവിടെ ഇസ്ലാമികമായിട്ട് ഒരുപാട് ആളുകൾ പഴയ കാലത്തുള്ള ആചാരങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് വഹാബി പ്രസ്ഥാനത്തിന്റെ അടയാളവും അവരെ പ്രവർത്തന പവറുമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിസ്കാരം, നോമ്പ് തുടങ്ങിയ നിങ്ങളും അംഗീകരിക്കുന്ന ആചാരങ്ങൾ കുറവ് വന്നതും നിങ്ങളെ പവറും നവോത്ഥാനമാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്കിവിടെ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു നവോത്ഥാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. കാരണം ലോകത്ത് കഴിഞ്ഞുപോയ ഈ 14 നൂറ്റാണ്ടിൽ വഫാത്തായി പോയ കോടിക്കണക്കിന് സാദാത്യങ്ങൾ, കോടിക്കണക്കിന് ആലിമീങ്ങൾ, ഔലിയാക്കള്, ഇവരൊക്കെ മദ്ഹബ് സ്വീകരിച്ച അഹ്ലുസുന്നയുടെ വിശ്വാസമുള്ള തവസ്സുലും ഇസ്തിഗാസയും തബറുക്കും അംഗീകരിക്കുന്നവരാണ്. അതൊക്കെ ശിർക്കാണെങ്കിൽ ഈ കോടാനക്കോടി മൂമിനൊക്കെ നരകത്ത് പോവുക. 4 വഹാബ സ്വർഗത്തിൽ അല്ല സുഖം ഉണ്ടാവില്ല. ഓർത്തോക്കാണ് നിങ്ങൾ എത്ര അദബുകളുടെ വാക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ തൗഫീഖ്, അവൻ പൊരുത്തപ്പെട്ട മഹാന്മാരെ വഴി സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടി എന്നതാണ്. മദീന ഫാഷൻ അത് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, SKSF നേതാക്കന്മാർ അത് തെരഞ്ഞെടുത്തത് ഏത് സമയത്തും സലാമത്തിന്റെ മാർഗം അത് പ്രവാചക പ്രേമത്തിലേക്കൂടെയാണ്. അൽ ഈമാനു യഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അൽ ഈമാനു യഇരിസു ഇലൽ മദീന, ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം അത് മദീനയിലേക്ക് വലിഞ്ഞു ചേരുന്നതാണ്. മദീനയിലേക്കാണ് മുഅ്മിന്റെ മനസ്സെപ്പോഴും പോകുന്നത്. കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് തന്റെ ഭക്ഷണം തേടിയിട്ട് മാളത്തുനിന്ന് പുറത്തേക്ക് വന്നാൽ ജനങ്ങൾ കാണും മുമ്പ് മാളത്തിലേക്ക് തന്നെ വലിയണമെന്ന ചിന്ത പാമ്പിനുള്ളതുപോലെ ആ ഒരു ഉദാഹരണ റസൂൽ പഠിപ്പിച്ചത് മുഅ്മിന്റെ മനസ്സെപ്പോഴും മദീനയിലേക്കാണ്. ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ത്വഹ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്തുകൊണ്ട് മഹാനായ സയ്യിദുകൾക്ക് അവസരം സമയം വിട്ടുകൊടുത്തു തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.